ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇതൊരു സിനിമനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇതിൽ മാത്രമേ ഉള്ള ഒരു സംഭവമല്ല. നേരത്തെ പറഞ്ഞ പോലെ മീഡിയയിലുണ്ട്, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഗവൺമെന്റ് സെക്ടറിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഉപയോഗം ഏറ്റവും കൂടുതൽ. അപ്പം ഞാനിതിനെ വേറെ രീതിയിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം സിനിമയിൽ ഇതൊരാളുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്കൊരു ലഹരി ഉപയോഗിക്കണോ, കാരണം അവനവൻ്റെ ശരീരമാണ് കേടാക്കുന്നത് അല്ലേ. ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്കല്ല ബുദ്ധിമുട്ട്. നിങ്ങൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ കേടാക്കുന്ന ഒരൊറ്റ ചിന്ത മതി. കാരണം ഞാനിത് ഉപയോഗിച്ചിരുന്ന ആളാണ് ഒരു കാലം വരെ. ഞാനിത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ ലഹരി എന്ന് ഉദ്ദേശിച്ചത്, ഞാനിതിനെ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ലിക്വിഡ് സോളിഡ് ഗ്യാസ് എന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് ഇത് വെള്ളമായി പോകുന്നത്, ഒന്ന് വലിച്ചു പോകുന്നത്, ഒന്ന് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ്. എൻ്റെ കോളേജ് കാലയളവിലും അല്ലെങ്കിൽ കാലഘട്ടത്തിലും ഞാൻ സിന്തറ്റിക്കും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ശരീരത്തിന് മോശമായെന്ന് എനിക്ക് മനസ്സിലാവും, ശരീരത്തിന് കേടാക്കുന്നു മനസ്സിലാവുമ്പോൾ നിർത്തിയ ആളാണ് ഞാൻ. അതൊക്കെ എൻ്റെ ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ആ സമയത്തിന് എൻ്റെ അക്കാഡമിക്സിനെയോ എൻ്റെ പേഴ്സണൽ ലൈഫിനെയോ എൻ്റെ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ഇല്ലാണ്ടാക്കും, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസിനെ, മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇത് പറഞ്ഞ പോലെ ഗ്യാസ്, ഈ പുക, അതും ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നിട്ട് നമ്മൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് അഡിക്ഷൻ ആവും. പിന്നെ നമ്മൾ സ്ലോലി ഗ്രാജുവലി ഇത് കുറച്ച് കൊണ്ടുവന്ന് ഞാൻ മകളായതിനു ശേഷമൊക്കെയാണ് ഞാൻ അത് വളരെയധികം നിർത്തി, ഞാൻ കട്ട് ഡൗൺ ചെയ്ത് നിർത്തി. ഇപ്പം 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, 7 വർഷമായിട്ട് ഞാൻ മദ്യപിക്കാറില്ല.